അമ്മേ, ഒരു സൂപ്പർ ഐഡിയ. വെരി ഗുഡ്. നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, അതിലെനിക്ക് സന്തോഷം. ഒരു പാര ഐഡിയ. അതാണല്ലോ നമുക്ക് ആവശ്യം. എന്താ ഐഡിയ? കേൾക്കട്ടെ. ആ രമ്യയും രാജുവും തമ്മില് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് നമുക്ക് വല്യമ്മാവനെ അറിയിക്കാം. അപ്പോ ഈ കല്യാണം വല്യമ്മാവൻ വേണ്ടെന്ന് വെക്കില്ലേ? ഇതാണോ ഐഡിയ? ഇതിപ്പോ ഞാൻ ആലോചിച്ചതാ. എന്നിട്ട് എടാ, നമ്മൾ അങ്ങനെ ചെയ്താ ഒടുവില് വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയ അവസ്ഥയാവും. അതെങ്ങനെ? എടാ, ഇതറിഞ്ഞ പ്രതാപൻ രമ്യയുടെ അമ്മയോട് സംസാരിക്കാൻ തയ്യാറാവും. അക്കാര്യം ശേഖരനും യാമിനിയും എന്തായാലും അറിയാതിരിക്കില്ല. ഒടുവില് ശേഖരനും യാമിനിയും കൂടി രാജുവിന്റെയും ഋതികയുടെയും കല്യാണം നടക്കാൻ വേണ്ടി രുക്മിണിക്ക് ഒരു വൻ തുക ഓഫർ ചെയ്യും. പണം കിട്ടിയാലേ ആ രുക്മിണിയെ അവൾ എങ്ങോട്ട് വേണമെങ്കിലും തിരിയും. അവര് രമ്യയുടെയും രാജുവിന്റെയും കല്യാണം വേണ്ടാന്ന് വെച്ചാലോ? അത് ശരിയാ. അങ്ങനെ ഒരു അക്കടി പറ്റിയാലോ അല്ലേ? പറ്റും. അതുകൊണ്ടേ കാര്യങ്ങൾ അത്രയ്ക്ക് വഷളാക്കണ്ട. പക്ഷേ ഇതെല്ലാം അലമ്പാക്കാനും ഇവര് തമ്മിൽ ഗംഭീര അടി നടക്കാനും ഞാൻ വേറൊരു പണി ഇപ്പൊ ഒപ്പിക്കാം. എന്തു പണി? നീ കണ്ടോ? ഹലോ അംബിക മാഡം. എന്തൊക്കെയാ രമ്യ വിശേഷങ്ങള്? ഓ, എന്ത് വിശേഷങ്ങൾ അംബിക മാഡം? ഞാനേ ഒരു ബാഡ് ന്യൂസ് പറയാൻ ഇപ്പൊ വിളിച്ചേ. എന്താ മാഡം? ഇവിടെ രാജുവും ഋതികയും തമ്മിലുള്ള കല്യാണം നടത്താനുള്ള പുറപ്പാടില്ല. നീ സൂക്ഷിക്കണം. മാഡം, ഋതികയും രാജുവും തമ്മിലുള്ള കല്യാണം നടത്താൻ പോവാണെന്നാണോ പറയുന്നേ? അതെ, അത് ഉറപ്പിച്ചു. നീ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു മാത്രം. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ? അംബിക മാഡം,